അങ്ങനെ നമ്മുടെ രചന മഹേഷിനെ കാണാൻ എത്തുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് ഇതുവരെ ചെയ്ത തെറ്റൊക്കെ മാപ്പാക്കാൻ പറയുന്നുണ്ട്. അവൾ അറിയാതെ ചെയ്തു പോയതാ, എന്താ ഇനി ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷിനോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇഷിത അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രചന വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ആകാശ് മേനോൻ പെട്ടിയൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രചനയോട് പറയുന്നുണ്ട് ഒരു കോടതിക്കും ഒരു നിയമത്തിനും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലാടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രചനയോട് വെല്ലുവിളിച്ചിട്ട് അയാൾ ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ രചന വേഗം മഹേഷിനെ വിളിച്ച് പറയുന്നുണ്ട് ആകാശ് മേനോൻ 2 ദിവസത്തിനകം ഈ രാജ്യം വീടും, അപ്പോഴേക്കും വേഗം പിടിക്കാൻ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ മഹേഷ് കേട്ടപാടെ വേഗം കാർ എടുത്തിട്ട് പോയിട്ട് നമ്മുടെ ആകാശ് മേനോനെ പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിലൊക്കെ തെളിയിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട് ആ കേസിന് തെളിവില്ലെങ്കിലും പക്ഷേ എൻ്റെ മകളെ നീ കൊല്ലാൻ ശ്രമിച്ച കേസിന് എൻ്റെ പക്കൽ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെളിവ് കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ആകാശ് മേനോൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രചന വരുന്നുണ്ട് കാറും കൊണ്ട്. കാറിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മുടെ ആകാശ് മേനോൻ ചാടുന്നുണ്ട്. എന്തായാലും രചനയോട് പറയുന്നുണ്ട് നമ്മൾ വേഗം ഓടിപ്പോവാം, എനിക്കെതിരെ ഒരു തെളിവില്ല, നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രചന ചോദിക്കുന്നുണ്ട് അപ്പം നിൻ്റെ ആഗ്രഹം എങ്ങനെ സാധിക്കുക, അതുകൊണ്ട് ഇപ്പം നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം പറഞ്ഞിട്ട് തോക്ക് എടുത്തിട്ട് നമ്മുടെ ആകാശ് മേനോനെ വെടിവെക്കുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോ അവസാനിക്കുന്നത്.